ഗൈസ് ഇന്ന് വന്നിരിക്കുന്നത് മേപ്പേര് മഞ്ഞക്കുളമുള്ള ശ്രീറാം ഓട്ടോ മോളിലാണ്. ഇവിടെ ഒരുപാട് വണ്ടികളുടെ കളക്ഷൻ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഞങ്ങൾ ശ്രീറാം ഓട്ടോ മോളിന്റെ മുന്നിലാണ് നിൽക്കുന്നത്. ശ്രീറാം ഓട്ടോ മോളിന്റെ മുന്നിൽ എല്ലാ വിശേഷങ്ങളും എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഇവിടെ വന്ന് രജിസ്ട്രേഷൻ പൈസ അടച്ച് അതിനുശേഷം വണ്ടി ഇവിടെ ലേലത്തിൽ പങ്കെടുത്ത് വണ്ടി സ്വന്തമാക്കുക. അപ്പോൾ പയ്യോളിയിൽ നിന്ന് വരുന്നവർ മഞ്ഞക്കുളത്ത് നിന്ന് ലെഫ്റ്റ് സൈഡിലാണ് ഈ ഒരു ഷോറൂം ഉള്ളത്. ഗൈസ് നമ്മൾ ശ്രീറാം ഓട്ടോ മോളിലാണ് നിൽക്കുന്നത്. ഇവിടെ മഞ്ഞക്കുളത്ത് ഇവിടെ ലേലത്തിന് വണ്ടി വിളിച്ചെടുക്കാൻ പറ്റുന്നത്. ഇവിടെ നാളെ ലേലം നടക്കുന്നത് നമ്മുടെ, അതായത് 13/3/2025. അപ്പം ഇവിടെ വന്നേരം നമുക്ക് ഇവിടെ മാനേജറെ ഒന്ന് പരിചയപ്പെടാൻ പറ്റിയിട്ടുണ്ട്. എന്തല്ല സുഖല്ലേ? അപ്പൊ ഇവിടെ ലേലം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വന്നാണ്. നാളെയാണ് എല്ലാ വ്യാഴാഴ്ച ഇവിടെ ലേലം നടക്കുന്നത്. ഇത് നാളെ വ്യാഴാഴ്ചയാണ് 13-ാം തീയതിയാണ് നാളെ ലേലം നടക്കുകയാണ്. ഇത് ലേലത്തിലുള്ള ഒരു വണ്ടിയാണ്. ഇത് 10,000 കിലോമീറ്റർ 20,000 കിലോമീറ്റർ മാത്രം ഓടി സിംഗിൾ ഓണർ വണ്ടിയാണ്. 20,000 കിലോമീറ്റർ ഓടിയ വണ്ടി, സിംഗിൾ ഓണർ വണ്ടിയാണ്. 2022 മോഡൽ വണ്ടി അല്ലേ? 2022 മോഡൽ വണ്ടി. അപ്പൊ ഇവിടുത്തെ നിരവധി വണ്ടികളുണ്ട്. നാളെ ഈ മാസത്തേക്ക് ഒരു പ്രത്യേകതയുണ്ട്. ഈ മാസം ഫിനാൻഷ്യൽ ക്ലോസിംഗ് ആണ്. അതെ അതെ. അപ്പൊ മാർച്ച് മാസമാണ്. അപ്പൊ ഇഷ്ടംപോലെ വണ്ടികൾ ഈ ബുധനാഴ്ച, അടുത്ത വ്യാഴാഴ്ച, അതിന്റെ പിന്നത്തെ വ്യാഴാഴ്ച, 3 വ്യാഴ്ചയുണ്ട്. ഈ മാസം ലാസ്റ്റ് വരെ ഇവിടെ റംസാന്റെ മൊത്തം ഉള്ള ദിവസങ്ങളിൽ വ്യാഴ്ച ലേലമുണ്ട്. എല്ലാ ലേലമുണ്ട്. അപ്പൊ ഇത് മാസാവസാനം ഇയർ അവസാനം കൂടിയാണ്. മാക്സിമം സ്റ്റോക്കുകൾ നമ്മൾ ഇവിടുന്ന് സെയിൽ ചെയ്യുന്നതാണ്. അപ്പൊ ഇവിടുത്തെ ഈ മാസം 3 ആഴ്ചയും വമ്പിച്ച ലേലം നടക്കാൻ പോണത്. അപ്പം ആവശ്യക്കാർ ഉണ്ടെങ്കിൽ ഇവിടെ വന്ന് ലേലത്തിൽ പങ്കെടുത്തിട്ട് പിന്നെ ഇവിടുത്തെ വണ്ടി സ്വന്തമാക്കുക. നിങ്ങൾക്ക് ഇഷ്ടം പോലെ വണ്ടികൾ ഇവിടെ കിടക്കുന്നുണ്ട്. ഒരുപാട് വണ്ടികൾ ഒന്ന് ഇങ്ങോട്ട് ക്യാമറ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഒരുപാട് വണ്ടികൾ നിങ്ങൾക്ക് കുറഞ്ഞ റേറ്റിൽ വണ്ടി ലേലത്തിൽ വിളിച്ചെടുക്കാൻ പറ്റുന്ന ആള്. അപ്പോൾ ഇവർ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഇപ്പം പറഞ്ഞതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ ഒരു വണ്ടിൻ്റെ പറഞ്ഞിട്ടുള്ളൂ. ഇതെല്ലാം ലേലത്തിൽ പോകുന്ന വണ്ടികളാണ്. അപ്പം മിക്ക വണ്ടികളും ഈ ഫ്രണ്ട് സൈഡിലുള്ള വണ്ടികളൊക്കെ ലേലത്തിൽ പോകുന്ന വണ്ടികളാണ്. നാളെ ഇവിടെ ലേലമുണ്ട്. അതേപോലെ ഈ മാസം റമദാൻ ആയതിനെ കൊണ്ട് സ്പെഷ്യൽ ഇത് 3 ആഴ്ച ലേലം നടക്കുന്നുണ്ട് അല്ലേ? അതെ അതെ. നിങ്ങൾക്ക് എല്ലാ വണ്ടികളും വിളിച്ച് സ്വന്തമാക്കാം. ഇഷ്ടംപോലെ വണ്ടികൾ ഇവിടെ സ്റ്റോക്ക് വരുന്നുണ്ട്. ഒരുപാട് വണ്ടികൾ സ്റ്റോക്ക് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം കൂടുതലായിട്ട് നമുക്ക് വണ്ടികളൊന്ന് പരിചയപ്പെടാം. അതെ അതെ. ഇവിടെ പുറത്തുനിന്നുള്ള കോളെല്ലാം വരുന്നത് അറ്റൻഡ് ചെയ്യാനായിട്ടുള്ള ആൾക്കാർ വിളിക്കുന്നുണ്ട്. തെലുങ്കെന്ന് അതാണ് ഈ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം കേരളത്തിന്റെ പുറത്തുനിന്ന് കോള് വരുന്നൊക്കെ ഇവർ അറ്റൻഡ് ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഒരുപാട് വണ്ടികളുടെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ തീർത്ത് സ്വിഫ്റ്റ്, ടൊയോട്ടോ, അതുപോലെ ഒരുപാട് വണ്ടികളുടെ കളക്ഷൻ ഇവിടെ നാളെ ലേലം ഉണ്ട് കേട്ടോ. നാളെ വ്യാഴ്ച, നാളെ 13/3/2025 നാളെ ഇവിടുത്തെ ലേലത്തിൽ പങ്കെടുക്കാൻ പറയുന്ന ആൾക്കാരെല്ലാം ലേലത്തിൽ പങ്കെടുക്കാം. ഒരുപാട് വണ്ടികളുണ്ട്. നമുക്ക് ഇവിടുത്തെ വണ്ടികളൊന്ന് കണ്ടു നോക്കാം. ജസ്റ്റ് ഇവിടുത്തെ വണ്ടികൾ ഇവിടെ സ്വിഫ്റ്റിൻ്റെ വണ്ടികളുണ്ട്. ഏതാ ഇയറും കാര്യങ്ങളും നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടികളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ഒരുപാട് വണ്ടികൾ നിങ്ങൾക്ക് ഇവിടെ വന്ന് ലേലത്തിൽ പങ്കെടുത്ത് വാങ്ങിക്കാൻ പറ്റും. അനവധി വണ്ടികൾ ഇവിടുന്ന് ലേലം പോകുന്നുണ്ട്. ആഴ്ച തോറും ലേലം പോകുന്നുണ്ട്. നിങ്ങൾ വിചാരിക്കും ഓവർ 10-15 ലക്ഷം ഒന്നും കൊടുക്കണ്ട. ഒരുപാട് റേറ്റ് കുറച്ചിട്ട് വണ്ടികൾ ഇവിടെ എല്ലാം ഒരുപാട് വണ്ടികൾ ലേലം വിളിച്ചിട്ട വണ്ടികളൊക്കെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ വണ്ടികളൊക്കെ സ്വിഫ്റ്റിൻ്റെ ഒക്കെ ഇതൊക്കെ 2017, 2018, 2019 മോഡൽ വണ്ടികളുണ്ട്. നല്ല നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടികളാണ്. ഇതിപ്പോൾ പൊടി പിടിച്ചിട്ടുള്ള ഈ നാളത്തെ ലേലത്തിൽ പോകുന്ന വണ്ടികളാണ്. ഒരുപാട് വണ്ടികൾ ഇവിടെ ഉണ്ട്. ഇവിടെ ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇവിടെ i20ൻ്റെ അടിപൊളി വണ്ടി. ഇതെല്ലാം തീർത്ത് പൊടിയാട്ടോ. ഇത് വണ്ടിക്ക് ഒരു കംപ്ലൈൻറ്റും ഇല്ല. ഇതിൻ്റെ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. നമ്മൾ i20ൻ്റെ മുമ്പ് ഒരു വണ്ടി കാണിച്ചതിൻ്റെ വേറൊരു വണ്ടിയാണ്. മുമ്പ് ഒരു റെഡ് കാണിച്ചിട്ടുണ്ടായിരുന്നു, വേറൊരു വൈറ്റ് കാണിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വേറൊരു വണ്ടിയാണ്. ഹൈൻഡായിൻ്റെ i10, i20 എല്ലാം ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പം നിരവധി വണ്ടികൾ ഇന്ന് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കൂടെ കാണിച്ചു തരാം. അപ്പം നാളെ ലേലം നടക്കുന്നുണ്ട്. ആ ലേലത്തിൽ നിങ്ങൾ പങ്കെടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളി വണ്ടി വിളിച്ചെടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. നമുക്ക് അപ്പുറത്തുള്ള വേറെ വണ്ടികൾ, ഗുഡ്സ് കാരിയർ വണ്ടികളുണ്ട്. ആ വണ്ടികൾ ഇവിടെ നിന്നാണ് ലേലം നടക്കുന്നത്. ഈ സൈഡിൽ നിന്നാണ് ലേലം നടക്കുക. ഇവിടെ വണ്ടി ഇതിൻ്റെ മുകളിൽ കൊണ്ടുവന്നിട്ട് ലേലം വിളിച്ചെടുക്കുന്നതാണ്. അപ്പോൾ ഇപ്പുറത്തുള്ള വണ്ടികൾ, ഗുഡ്സ് കാരിയർ വണ്ടികൾ, പുതുതായിട്ട് വന്ന ഗുഡ്സ് ടൈപ്പ് വണ്ടികൾ ആവശ്യമുണ്ടെങ്കിൽ അത് വിളിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഇവിടെ വരാം. ഇവിടെ ഒരുപാട് വണ്ടികൾ വേറെ ഉണ്ട്. ഇവിടെ നമുക്ക് കാണാൻ പറ്റും ഗുഡ്സ് കാരിയർ വണ്ടികൾ, അശോക് ലേലാൻഡിൻ്റെ ഗുഡ്സ് കാരിയർ വണ്ടികൾ, ഇവിടെ കൂട് വണ്ടികളുണ്ട്, അതേപോലെ ബോക്സ് വണ്ടികളുണ്ട്. പല ടൈപ്പ് വണ്ടികളും ഇവിടെ ഉണ്ട്. ഇതെല്ലാം നാളത്തെ ലേലത്തിൽ പോകുന്ന വണ്ടികളാണ്. ഗൈസ്, നിങ്ങൾക്ക് ആവശ്യമുള്ള ഏതെങ്കിലും വണ്ടികൾ, ഗുഡ്സ് ടൈപ്പ് വണ്ടികളാണോ നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കാരിയർ വണ്ടികളാണോ ഇഷ്ടപ്പെടുന്നത്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ശ്രീറാം ഓട്ടോ ഫൈനാൻസിൽ പല ആളുകളും പല രീതിയിലുള്ള കമൻറ്റുകളൊക്കെ അടിച്ചിട്ടുണ്ട്. പക്ഷേ ചില ആൾക്കാർ പറയുന്നത് കള്ളവിളിയാണ് നടക്കുന്നത്. നിങ്ങൾക്ക് ഇവിടെ വന്നാണ് ഇവിടുത്തെ ലേലത്തെ പറ്റി അറിയും. സ്ഥിരമായി
സ്ഥിരമായിട്ട് വണ്ടി വിളിക്കുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ ഒന്നും ഇല്ലാത്തൊരു പ്രശ്നം നമ്മളെ ഇവിടെ വന്നിട്ട് ലേലത്തിൽ പങ്കെടുക്കാത്ത ആളുകളും ഇല്ലെങ്കിൽ ഇവിടെ വന്നിട്ട് വണ്ടി വിളിക്കാത്ത ആളുകളാണ് ഈ നെഗറ്റീവായിട്ട് പറയുന്നത്. നെഗറ്റീവ് പറയുന്നവരെ നമ്മൾ നെവർ മൈൻഡ് ആക്കിയിട്ട് ഇടുന്നത്. പക്ഷേ നമ്മൾ ചോദിച്ചതിൻ്റെ എല്ലാ ഡീറ്റെയിലും അഭിപ്രായവും കാര്യങ്ങളും പറയുന്നുണ്ട്. പക്ഷേ ഇവിടെ വന്ന് നിങ്ങൾക്ക് വണ്ടിക്ക് ഒരു സമയം നിങ്ങളിവിടെ ലേലത്തിൽ പങ്കെടുത്ത് ലേലത്തിൽ വണ്ടി വിളിച്ചാൽ മാത്രമേ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യേണ്ടതുള്ളൂ. അതിൻ്റെ ബാക്കിയുള്ള പേയ്മെൻറ്റ് ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടുന്ന് ആ വണ്ടിയുടെ നിങ്ങൾ അടച്ച പേയ്മെൻറ്റ് ഇവിടുന്ന് തിരിച്ചു വന്ന് നിങ്ങൾക്ക് ലേലത്തിലുള്ള പൈസയും വാങ്ങി പിൻവലിച്ചിട്ട് പോകാം. അപ്പോൾ നിങ്ങൾ ലേലത്തിൽ പങ്കെടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ഇവിടുത്തെ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റും. അപ്പോൾ ഈ ഗുഡ്സ് കാരിയർ വണ്ടികളൊക്കെ നാളത്തെ ലേലത്തിൽ വിളിക്കുന്ന വണ്ടികളാണ്. ഇവിടെ ആപ്പ ടൈപ്പ് ചെറിയ വണ്ടികളുണ്ട്, ജീറ്റോൻ്റെ അങ്ങനത്തെ ടൈപ്പ് വണ്ടികളൊക്കെ ഉണ്ട്. അതൊക്കെ നിങ്ങൾക്ക് ഇവിടുന്ന് വന്നിട്ട് ലേലത്തിൽ വന്ന് വിളിച്ചെടുക്കാൻ പറ്റും. ഇവിടെ ഒമ്നി ടൈപ്പ് വണ്ടികൾ ഇവിടെ ഉണ്ട്. അപ്പോൾ ചില വണ്ടികളൊക്കെ വിളിച്ചു പോയിട്ടാണ് പിന്നെ ഓരോരാഴ്ച ലേലത്തിൽ പങ്കെടുത്തിട്ട് വിളിക്കുന്ന വണ്ടികൾ റിട്ടേൺ ആയിട്ട് തിരിച്ചിവിടെ വെക്കുന്ന വണ്ടികളുണ്ടാവും. കാരണം അത് ലേലത്തിൽ പോകാത്ത വണ്ടികൾ തിരിച്ചിവിടെ വെക്കുന്നുണ്ടാവും. ഇവിടെ നിന്ന് നോക്കുകയെന്ന് വെച്ചാൽ മാരുതി ആൾട്ടോൻ്റെ ഒരു അടിപൊളി വണ്ടി ഇവിടെ ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ വന്ന് ചെക്ക് ചെയ്യാം. ഈ വണ്ടി എത്ര മോഡലും കാര്യങ്ങളെല്ലാം വെച്ചാൽ ഞാൻ ഇതിൽ നോക്കിയിട്ട് ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളും ഇതിൽ കൊടുത്തിട്ടില്ല. എന്തായാലും നിങ്ങൾക്ക് ഇവിടെ മാരുതി ഓൾട്ടോ ആവശ്യമുള്ളവർ എന്തായാലും ഇവിടെ വന്നിട്ട് ചെക്ക് ചെയ്യാം. ഇത് സ്വിഫ്റ്റ് ഡിസയർ ആണ്. സ്വിഫ്റ്റ് ഡിസയർ എല്ലാം പൊടി പിടിച്ച് കിടക്കുന്ന വണ്ടിയാട്ടോ. വണ്ടിക്ക് ഒരു പ്രശ്നമില്ല, കംപ്ലയിൻറ്റും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. എല്ലാം സ്റ്റാർട്ടിങ് വണ്ടിയാണ്. എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് ചെക്ക് ചെയ്യാം. ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. വെഹിക്കിൾ ക്ലാസ് ഏതാ മോഡൽ എന്നുള്ളതെല്ലാം ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് 2014 വണ്ടിയാന്ന് തോന്നുന്നു. 2014 വണ്ടി സ്വിഫ്റ്റ് ഡിസയർ ആണിത്. അപ്പോൾ ഇത് സ്വിഫ്റ്റ് സിയാസ്, മാരുതി സിയാസിൻ്റെ വണ്ടിയാണ് മാരുതി. അപ്പോൾ സിയാസിൻ്റെ വണ്ടി നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ് തോന്നുന്നു. ഇത് പുതുതായിട്ട് കഴിഞ്ഞ ദിവസമൊന്നും ഈ വണ്ടി ഇവിടെ ഇല്ല. പിന്നെ കഴിഞ്ഞ ലേലത്തിലൊന്നും വന്നേരം ഈ വണ്ടി ഇവിടെ കാണാനില്ല. അപ്പോൾ ഇവിടെ വേറൊരു വണ്ടിയുണ്ട്. പിന്നെ ടാറ്റ ഇൻഡിക്കൻ്റെ വണ്ടി ഇവിടെ ഉണ്ട്. ഇൻഡിക്ക ആവശ്യമുള്ളവരുണ്ടെങ്കിൽ ഇൻഡിക്കൻ്റെ വണ്ടി ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ലേലത്തിൽ വിളിച്ചെടുക്കാൻ പറ്റും. നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് മഹീന്ദ്ര ബൊലേറോൻ്റെ അടിപൊളി വണ്ടിയാണ്. അടിപൊളി വണ്ടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ജീപ്പ് ടൈപ്പ് ഉപയോഗിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ടെങ്കിൽ മഹീന്ദ്രൻ്റെ വണ്ടി ഏത് കുന്നും പാഞ്ഞു കയറുന്നൊരു വണ്ടിയാണ് മഹീന്ദ്രൻ്റെ ബൊലേറോ. നിങ്ങൾക്ക് ഇവിടെ വന്ന് ഇത് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് എടുക്കാൻ പറ്റുന്നത് നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. അത്യാവശ്യം ഉള്ളും കാര്യങ്ങളെല്ലാം നീറ്റാണ്. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇവിടെ വന്നിട്ട് ചോദിച്ചു നോക്കുക. ഗൈസ്, അടുത്തതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് മഹീന്ദ്രൻ്റെ സ്കോർപിയോ ആണ്. സ്കോർപിയോ ബ്ലാക്ക് ആണ്. മുന്നിൽ ഗ്രില്ലൊക്കെ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വണ്ടിയാണ്. നല്ല പമ്പർ ബേസ് ഒക്കെ ചെയ്തിട്ടുള്ള വണ്ടിയാണ്. പമ്പർ ബേസിലുള്ള അതുപോലെ ഇതിൻ്റെ ഉള്ളിൽ എല്ലാം നീറ്റ് ആൻഡ് ക്ലീൻ ആണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ മഹീന്ദ്രൻ്റെ സ്കോർപിയോ ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്ന് ലേലത്തിൽ പങ്കെടുത്തിട്ട് വിളിച്ചെടുക്കാൻ പറ്റും. അടുത്തതായിട്ട് ഇവിടെ ഷവർലെറ്റിൻ്റെ ഒരു വണ്ടിയുണ്ട്. ഇത് ലേലത്തിൽ ഉള്ളതോ ഇല്ലയോ എന്നുള്ള അറിയാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ ഷവർലെറ്റിൻ്റെ തവേര ഉണ്ട്. തവേര ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ടെങ്കിൽ തവേര വന്നിട്ട് ഇവിടുന്ന് ലേലത്തിൽ വിളിച്ചെടുക്കാം. ഒരുപാട് ആൾക്കാർ തവേര ഇപ്പോൾ യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അനവധി വണ്ടികൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഗൈസ്, അടുത്തതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ടൊയോട്ടൻ്റെ അർബൻ ക്രൂസറാണ്. അർബൻ ക്രൂസർ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. വണ്ടീൻ്റെ കാര്യങ്ങളൊന്നും നോക്കണ്ട, പക്ഷേ നീറ്റ് ആൻഡ് ക്ലീൻ വണ്ടിയാണ്. നിങ്ങൾക്ക് ഇവിടെ വന്ന് ലേലത്തിൽ പങ്കെടുത്തിട്ട് വിളിച്ചെടുക്കാൻ പറ്റും. ഇത് അധികം 2022 മോഡൽ അർബൻ ക്രൂസറാണ്. ഏകദേശം 10 കിലോമീറ്റർ ഒന്നും ഓടാത്തൊരു വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ ഒരു വണ്ടി നിങ്ങൾക്ക് ഇവിടെ വന്ന് ലേലത്തിൽ പങ്കെടുത്ത് വിളിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ ശ്രീറാമിലെ വണ്ടികളൊക്കെ നിങ്ങൾക്ക് കണ്ട് ബോധ്യപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിലും ലേലത്തിൽ പങ്കെടുക്കാൻ പറ്റുമെങ്കിൽ ലേലത്തിൽ പങ്കെടുത്ത് ഇവിടുത്തെ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം അറിയാം. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. സൈനിങ് ഓഫ് ഫ്ലോ. ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാൻ മറക്കണ്ട.